ദൈവങ്ങൾ ദൈവം തന്നെ രക്ഷിക്കും. മോൾ ഇവിടെ ഇല്ലേ? അച്ഛനിപ്പ വരാം. ഈശ്വര ഭഗവാനെ കാത്തിരക്ഷിക്കണേ, ഒരു കുഴപ്പമുണ്ടാവരുതേ. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഈശ്വര കൈവിടരുതേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഈശ്വര, നിങ്ങളിത് എങ്ങോട്ടേക്ക് കയറി പോന്നേ? മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ലേ? ഇന്നിത്ര പ്രാർത്ഥന എന്താ? എനിക്കെന്താ പ്രാർത്ഥിച്ചൂടെ? എന്റെ സങ്കടം ഭഗവാനോടല്ലാതെ പിന്നെ ഞാൻ ആരോട് പറയാനാ? ഈശ്വര പറഞ്ഞോ. ഞാനും എന്റെ സങ്കടങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങളിത് എന്ത് കാണിക്കാൻ പോവാ? വന്നു ദൈവത്തിനെ പോലും വിശ്വാസമില്ലേ? ദൈവത്തിനെ എനിക്ക് വിശ്വാസമാണ്, പക്ഷേ നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. അതുകൊണ്ടാ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിനോട് വേണ്ട. ഈശ്വര, ഇനി എന്തൊക്കെ അനർത്ഥങ്ങളാണാവോ വരാൻ പോകുന്നത്? മഹാഭാവം കാണിക്കല്ലേ സുധേട്ട, കുടുംബം മുടിയും. അയ്യോ, ഇങ്ങ് തരാനല്ലേ പറഞ്ഞത്? അച്ഛാ, ഇതെന്താടി? മമ്മി എന്തിനാ മമ്മി ഇതൊക്കെ ചെയ്തേ? ഇന്നലെ രാത്രി കള്ളം കയറി എന്നുള്ള നിന്റെ അഭിനയം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതെന്തോ കുഴപ്പത്തിനാണെന്ന്. ഇത് മോഷ്ടിച്ച് ഗണപതിയുടെ കീഴിൽ വെച്ചിട്ടാണോ നീ ഈ പ്രാർത്ഥന നാടകമൊക്കെ നടത്തിയത്? അതിനിപ്പോ എന്താ? സ്വർണം കിട്ടിയില്ലേ? ഇനി കൊണ്ടുപോയി കൊടുക്ക്. ഞങ്ങൾ ഈ വീട് മുഴുവൻ ഉഴുതുമറിച്ചു. ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാണോ നീ? അതെ, എനിക്കിത്തിരി മനസാക്ഷി കുറവാ. ഞാൻ കള്ളിയാ. എന്റെ കള്ളത്തരം നിങ്ങൾ കണ്ടുപിടിച്ചു, സ്വർണവും കണ്ടുപിടിച്ചു. ഇനി എന്താ, എന്നെ തല്ലണോ? അച്ഛനും മോക്കും മഹാപാപം പറയല്ലേ മമ്മി? ദേ, നീ ഒരൊറ്റ ഒരുത്തി ഇതിനെല്ലാം കാരണം. കൊണ്ടുപോയി കൊടുക്ക്, അച്ഛനും മോക്കും തൃപ്തി ആവട്ടെ. നിന്റെ അഭിനയമൊക്കെ കൊള്ളാം, അല്ലെങ്കിലും മറ്റുള്ളവരെ അപമാനിക്കാൻ നീ മിടുമിടുക്കി. എവിടെയും നിനക്ക് ജയിക്കണം. അതിലാർക്കൊക്കെ നോവെന്ന് നീ ചിന്തിക്കത്തില്ല. ഈ സ്വർണം മോഷ്ടിക്കാൻ നിനക്ക് ഒരു എളുപ്പം തോന്നിയില്ലല്ലോ. ഇനിയിപ്പോ എന്താ, എന്നെ വിചാരണ ചെയ്യണോ അതോ തൂക്കിക്കൊള്ളണോ? അതൊന്നും വേണ്ട. പക്ഷേ ഇതിന്റെ ബാക്കി സ്വർണം അതും കൂടി നീ എടുത്തു തരണം. അമരാവതി എന്ന് കൊണ്ടുവന്നതിന്റെ പാതി സ്വർണം പോലും ഇതിലില്ല. ബാക്കി നീ എവിടെ ഒളിപ്പിച്ചു? ഞാനും എടുത്തില്ല. അത് ആ കള്ളം കൊണ്ടുപോയി കാണും. കള്ളനല്ലടി, കള്ളി, പെരുങ്കള്ളി. അച്ഛാ, ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഇവിടെ വേണ്ട. പ്രശ്നമൊന്നും അല്ല മോളെ, ഇതിന്റെ ബാക്കി സ്വർണം കിട്ടണമല്ലോ. എന്നാ ഇത് പിടിച്ചേ, നടക്കടി കൊണ്ട്. ഞാനെന്തിനാ വരുന്നേ? ഓടി ഇവിടെ. കൂടുതൽ നടവൊന്നും വേണ്ട, ഇങ്ങോട്ട് നടക്ക്. ഇങ്ങോട്ട് വരെ. ഞാനല്ല ഇവിടെ
ഇങ്ങോട്ട് വഴി. ഇങ്ങോട്ട് വാ. ഇവിടെ ഇല്ലേ? ആശാലേ, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക പ്രയാസങ്ങളും ഉണ്ട്. പക്ഷെ ഇതുവരെ ആരോട് നെറുകേട് കാണിച്ചിട്ടില്ല, ആരുടെ ഒന്നും കവർന്നെടുത്തിട്ടുമില്ല, ആരെയും പറ്റിച്ചിട്ടുമില്ല, അഭിമാനം വിറ്റ് ജീവിച്ചിട്ടുമില്ല. മാനമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് വിശ്വസിക്കുന്നതിനാ ഞാൻ. എനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷേ പറ്റിയ തെറ്റിന് മാപ്പ് പറയുന്നതിന് ഞാൻ ഒരു നാണക്കേടും വിചാരിച്ചിട്ടില്ല. എന്റെ ഒപ്പം ഇത്രയും കാലം ജീവിച്ചിട്ടും നിനക്കെന്നെ മനസ്സിലായില്ലല്ലോ ആശാലതേ. ഇങ്ങനൊരു തോൽവിയായി പോയല്ലോ നിന്റെ ജന്മം. എന്റെ ജന്മം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതിനെ മാറ്റാനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. നിങ്ങളോടൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോഴേ തുറഞ്ഞതാ എന്റെ ജീവിതം. കടം കയറിയ ഈ വീടല്ലാതെ എന്തുകൊണ്ട് സ്വന്തമായിട്ട്? കെട്ടിക്കാൻ പ്രായമായ 2 പെൺകുട്ടികൾ വീട്ടിലുള്ളപ്പോ ഏതമ്മയും ഇങ്ങനെയൊക്കെ ചെയ്തു പോവും. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല, കുറ്റം എന്റെ തന്നെ. അതൊക്കെ എന്റെ തലയിൽ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ഇപ്പൊ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ആ ബാക്കി സ്വർണം എവിടെ? നീ അത് എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ, ഞാൻ എടുത്ത് ഒളിപ്പിച്ചിട്ടില്ല. കള്ളം കൊണ്ടുപോയതിന്റെ ബാക്കി അത്ര എന്റെ കയ്യിൽ കിട്ടി. ഞാനത് പൂജാമുറി കൊണ്ടുവച്ചു. ആശാലതേ, നീ ഇങ്ങനെ വാശി പിടിക്കരുത്. നമുക്ക് ആ സ്വർണം തിരിച്ചു കൊടുത്തേ പറ്റൂ. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാൻ നിങ്ങളോട് എങ്ങനെ പറയാനാ? കള്ളം കൊണ്ടുപോയത് കള്ളനോട് ചെന്ന് വാങ്ങിക്കണം. നിങ്ങളുടെ മോള് പറഞ്ഞിട്ടാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? അവിടെ ചത്തുപോയ തള്ളയുടെ സ്വഭാവം അല്ല എനിക്ക്. അഹങ്കാരം പറയരുത്. സത്യം പറയടി, ബാക്കി സ്വർണം നീ എവിടെ ഒളിപ്പിച്ചു വെച്ചു? പറയടി. പറയല്ലേ? അയ്യോ, അരിക്കലത്തിലുണ്ട്. എവിടെ? അരി വെച്ചിരിക്കുന്ന പാത്രത്തിലുണ്ട്. നടക്കടി, നടക്കടി കൊണ്ട്. അയ്യോ, എടുക്ക്. എടുക്ക്. നീ എന്ത് നോക്കിക്ക? എടുക്കാനൊന്നു. ഈ പാത്രത്തിലുണ്ട്, എടുത്തോ. നീയല്ലേ ഒളിപ്പിച്ചു വെച്ചത്? നീ തന്നെ എടുക്ക്. എടുക്കടി. തുറക്ക്. തുറക്കാനെന്ന്. കൊണ്ടുപോയി ആർക്കാന്ന് വെച്ചാൽ കൊടുക്കും. സമാധാനം കിട്ടട്ടെ. മോളെ, ബാക്കി സ്വർണ്ണമൊക്കെ ഉണ്ടോ നോക്കി. എങ്കി ഇപ്പൊ തന്നെ അച്ഛൻ ഇതുകൊണ്ട് കൊടുക്കട്ടെ. അത് വേണ്ടച്ചാ, എന്റെ കാര്യത്തിനല്ലേ അവരിത് ഇവിടെ കൊണ്ടുവന്നത്. അതിന്റെ പേരിൽ എന്റെ അച്ഛൻ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പൊ അതൊന്നും വേണ്ട. ഇത് ഞാൻ തന്നെ അവർക്ക് കൊണ്ടുകൊടുക്കാം. എടി, അതെല്ലാം കൂടെ കൊണ്ടുപോയി കൊടുക്കണ്ട. 1-2 എണ്ണമെങ്കിലും എനിക്ക് വേണം. അതെങ്കിൽ തന്നിട്ട് പോ. ഏയ്, മിണ്ടിപ്പോ വരുന്നു. 1-2 എണ്ണം മതിയോ നിനക്ക്? ഇനി ഇതിന്റെ മേലോട്ട് അങ്ങനെ നോക്കിയാ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും.
മോള് അയ്യോ, എല്ലാം പോയല്ലോ. എന്റെ ദൈവമേ, പ്രാർത്ഥിച്ചതൊക്കെ വെറുതെയായി. കൊള്ളാം. ഷോപ്പിങ്ങിന് പോകാൻ ഈ ഡ്രസ് കോഡ് തന്നെ ധാരാളം. മൈജി ഒന്നിങ്ങി വന്നേ. എന്തടി, നീ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? അയ്യോ അതല്ല, അവള് ആ ജ്യോതി വന്നു. ആ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ കൊണ്ടുവന്നു. എവിടെ? ഹാളില്. അവൾ ഇതും കൊണ്ടുവരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഡി കെ എന്താ പറഞ്ഞത്? ദാനം കൊടുത്തതൊന്നും തിരിച്ചു വാങ്ങുന്ന ശീലം അമരാവതിയിലെ കാരണവന്മാർക്കില്ലെന്ന് അല്ലേ? ഇപ്പൊ കണ്ടോ, ദാനം കൊടുത്തതും പറ്റിച്ചെടുക്കാൻ ശ്രമിച്ചതും എല്ലാം കൂടെ വാരിപ്പെറുക്കി അവൾ ഈ വീടിന്റെ മുറ്റത്ത് വന്നത്. സത്യത്തിൽ മായച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. മായച്ചയുടെ തന്ത്രം ശരിക്കും ഏറ്റു. ഇത് വെറും തന്ത്രമല്ലടി, യുദ്ധതന്ത്രം. ഏത് ശത്രുവിനെയും അടിയോടെ പറിച്ചെടുത്ത് കാൽ ചുവട്ടിൽ കൊണ്ടുവരുന്ന രാജതന്ത്രം. നീ വാ, കളി ഇനി ഞാൻ കാണിച്ചു തരാം. നിപ്പ് കണ്ടാ തോന്നും ഇവളേത് ദേവലോകത്തുനിന്ന് പൊട്ടി വീണതാണെന്ന്. വിവരദോഷി. കൊണ്ടുപോയതൊക്കെ തിരികെ കൊണ്ടുവന്ന് കാൽക്കൽ വെക്കാൻ കാത്തു നിൽക്കുന്ന നായിക. എന്താടി, കൊണ്ടുപോയതൊക്കെ തിരികെ തന്ന് മാപ്പ് പറയാൻ വന്നതാണോ നീ? ആയിരിക്കും അയ്യച്ചി. ഇത് അവിടെ ഇരുന്നാലുള്ള ദോഷം എന്താന്ന് ഇവൾക്ക് നല്ലതുപോലെ അറിയാം. എല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് വേണം തിരികെ വാങ്ങിച്ചു വെക്കാൻ. ഇല്ലെങ്കിൽ എന്തൊക്കെ അടിച്ചു മാറ്റിയെന്ന് നമ്മളെങ്ങനെ അറിയും? കഴിഞ്ഞോ മൂന്നാളുടെയും പരിഹാസം? കഴിഞ്ഞെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. ആ ഡി കെ വിളിക്ക്. അങ്ങേരോട് മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. ഓഹോ, അപ്പൊ ഞങ്ങളോടൊന്നും നിനക്ക് സംസാരിക്കാനില്ലേ? ഡീക്കയ്ക്ക് നിന്നെ കാണാൻ മനസ്സിലെങ്കിലോ? ഈ വീട്ടിനകത്ത് വന്ന് ചിത്രയെ നിന്റെ അനിയത്തിയെ കൊണ്ട് തല്ലിച്ചവളാ നീ. അതിന്റെ കലി അടങ്ങിയിട്ടില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് നിയന്ത്രണം വിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും മുമ്പ് വേഗം നീ സ്ഥലം വിടാൻ നോക്ക്. അങ്ങനെ നിങ്ങൾ പറയുന്നത് കേട്ട് ഞാനങ്ങ് തിരിച്ചു പോയാൽ എങ്ങനെയാ? നീയൊക്കെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നതല്ലേ ഇതെല്ലാം? അതൊക്കെ ഇതിനകത്തുണ്ടെന്ന് പരിശോധിച്ച് ബോധ്യപ്പെടുത്തിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇല്ലെങ്കിലേ നിങ്ങളുടെ സ്വർണവും സാരിയും മോഷ്ടിച്ചെന്ന് പറഞ്ഞ് എനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കാൻ നീ ഒന്നും മടിക്കില്ല. അല്ലെങ്കിലും എല്ലാം എണ്ണി പരിശോധിച്ചിട്ടേ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിടൂ. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരെണ്ണം കുറവ് വന്നോ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. നോക്ക് താരേച്ചി, എല്ലാം ഉണ്ടോന്ന്. നിക്ക് നിക്ക് നിക്ക്. അങ്ങനെ നിങ്ങൾ മാത്രം ഇത് പരിശോധിച്ച പോരാ. നിങ്ങളുടെ അമ്മായി അച്ഛൻ ആ ഹിറ്റ്ലറിന്റെ സാന്നിധ്യത്തിൽ തന്നെ വേണം ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്താൻ. ഇല്ലെങ്കിൽ പിന്നെ നീയൊക്കെ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിയിട്ട് അതെല്ലാം എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കും. അത് വേണ്ട. അനാവശ്യം പറയരുത്. മായേ, എന്തിനാ ഇവിടെ ഇതിനകത്ത് കയറ്റിയത്? ആരും കയറ്റിയതല്ല, ഞാൻ തനിയെ കയറി വന്നതാ. നിന്നോട് ഇനി എന്റെ മുമ്പിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? അയ്യോ, മഹാരാജാവിന്റെ മുമ്പിൽ തിരുമുഖം കാണിക്കാൻ വന്നതല്ല ഞാൻ. ദേ, ഇതൊക്കെ തിരിച്ചു തരാൻ വന്നതാ. ദാനമായി നൽകിയത് തിരിച്ചു വാങ്ങിക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. അർഹതയില്ലാത്ത ഒന്നും
ആരുടെ കയ്യിൽ നിന്നും സ്വീകരിക്കുന്ന ശീലം ഞങ്ങൾക്കും ഇല്ല. അതുകൊണ്ടാ തിരിച്ചുകൊണ്ട് വന്നത്. വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്ക്. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ച സാധനങ്ങളുടെ ലിസ്റ്റ് ഇത്. ഇതിലേതെങ്കിലും ഒരെണ്ണം കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് പറയണം. എനിക്ക് വേറെ ജോലിയുണ്ട്. മായേ, എന്താ ഡിക്കേ? എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. ഇനിയൊരു നിമിഷം പോലും ഇവളിവിടെ നിൽക്കരുത്. ഐ ഹേറ്റ് ഹെർ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിന്നെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന്? നിന്റെയൊക്കെ കുരുട്ടുബുദ്ധി എനിക്ക് മനസ്സിലായില്ലെന്നാണോ വിചാരം? നീ പറഞ്ഞ പ്ലാനിങ്ങിനെല്ലാം ഞാൻ കൂട്ടുനിന്നത് എന്തിനാന്ന് മനസ്സിലായോ? ഈ ഡ്രാക്കുള കോട്ടയിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടാൻ. അതിനു വേണ്ടിയാ ഞാൻ നിന്റെ കൂടെ നിന്നത്. അതിനെന്താ, നിന്റെ കാര്യം സാധിച്ചില്ലേ? DK നീയും തമ്മില് ഇപ്പൊ ബദ്ധ ശത്രുക്കളായില്ലേ? നിന്റെ മുഖം കാണുന്നത് പോലും DKക്ക് ഇഷ്ടമല്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? എത്രയും വേഗം നിന്നെ ഇവിടെ ഇറക്കി വിടാൻ ഉത്തരവ് തന്നിട്ട് പോയത് കണ്ടില്ലേ? ഈ നോക്കാത്ത രാജാവിനെ പോയി കണ്ടു തൊഴുന്ന ശീലം എനിക്കില്ല. അയാളുടെ മുമ്പിൽ പെടാതിരിക്കണേന്നാ എന്റെയും പ്രാർത്ഥന. നീ ഇപ്പൊ പറഞ്ഞതാ ഞങ്ങൾക്കും വേണ്ടത്. നീ ഇനി DKക്ക് മുന്നിൽ വരരുത്. ദേ, DKയുടെ കല്യാണമാ വരാൻ പോകുന്നത്. നിന്നെ ഈ വഴിക്ക് കണ്ടുപോകരുത്. അയ്യോ, ഇവിടെ ആ ഹിറ്റ്ലറിന്റെ കല്യാണം നടക്കുന്ന ദിവസമല്ലേ ഞാൻ എന്റെ വീട്ടില് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. എന്റെ ജീവനും ജീവിതവും തിരിച്ചു കിട്ടിയ സന്തോഷത്തിന്. വരാനിരിക്കുന്നതേ നിന്റെ അനിയത്തിയുടെ ദുരന്തം. അവളുടെ ജീവൻ രക്ഷിക്കണേന്ന് അറിയാവുന്ന സകല ദൈവങ്ങളോട് നീ പ്രാർത്ഥിച്ചോ. ഹിറ്റ്ലർ അവളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. ഞാൻ പോവാണേ. ഇതിനകത്തുള്ള എന്തെങ്കിലും മോഷ്ടിച്ചു എന്നും പറഞ്ഞ് എന്റെ പിന്നാലെ എങ്ങാനും വന്ന അടുത്ത അടി ഇവൾക്കായിരിക്കില്ല. എന്നെ കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. അപ്പൊ ശരി, ഞാൻ ഇറങ്ങണേ. കാണാം. മോളെപ്പോ വന്നു? കുറച്ചു നേരമായി അമ്മ. മോളകത്തേക്ക് വാ, അമ്മയ്ക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. മോൾ എന്തിനാ വന്നത്? അത് ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണവും പണവും സാരിയും ഒക്കെ തിരികെ തന്ന് ഡീക്കായിട്ടുള്ള കല്യാണത്തിന് രാജിവെച്ച് പോവാ. പാവം. വാ മോളെ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മയെ വിഷമിപ്പിക്കരുതെന്ന എന്റെ ആഗ്രഹം. ഈ വീട്ടിലേക്ക് ഞാൻ ഇനി ഒരിക്കലും വരില്ല. ഇവരെ പേടിച്ചിട്ടാണോ? ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. എല്ലാം ഇതോടെ അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അമ്മയോട് എനിക്ക് ഒരു പിണക്കവും ഇല്ല. അറിഞ്ഞോ അറിയാതെയോ അമ്മയെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ മാപ്പ് ചോദിക്കുക.